അയവില്ലാതെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ശക്തമായ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണമായിരുന്നു നടത്തിയതും. ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതോടുകൂടി തന്നെ യുദ്ധം കൂടുതൽ സങ്കീർണമാവുകയാണ്. സർവീസ് കെട്ടിടമാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന് പിന്നാലെ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തന സംഘങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു. പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ തന്നെ തുടരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇറാൻ ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടില്ല. ഒരു മാസം മുൻപാണ് യുദ്ധം തുടങ്ങിയത്. തുടങ്ങിയ സമയം മുതൽ തന്നെ കുവൈറ്റിന് നേരെ നിരന്തരം അവിടെ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇറാൻ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി മാത്രം കുവൈറ്റ് വ്യോമ അതിർത്തിയിൽ 14 മിസൈലുകളും 12 ഡ്രോണുകളും കണ്ടെത്തിയിരുന്നു. ഒരു സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 10 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ബഹ്റിനിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണ ശ്രമങ്ങളാണ് ഇറാൻ നടത്തുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 തവണയാണ് ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായതായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്ത് രാത്രികാല കാൽനട യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 4 വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയതും. മത്സ്യബന്ധനത്തിനുൾപ്പെടെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും മാത്രമല്ല UAE-യിലും പുലർച്ചെ ശക്തമായ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. തുടർച്ചയായി തന്നെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ഇവയാകട്ടെ ഫലപ്രദമായി ആക്രമണത്തെ ചെറുക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്നതാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയമടക്കം ഈ വിവരത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഇറാനിലെ തബ്സീർ നഗരത്തിലാകട്ടെ പെട്രോ കെമിക്കൽ ഫാക്ടറിക്കും ആക്രമണം ഉണ്ടായതായി വിലയിരുത്തപ്പെടുന്നു. വാതക ചോർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് വിലയിരുത്തൽ. അതേപോലെ തന്നെ UAE-യിൽ പുലർച്ചെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി തന്നെ സ്ഫോടക ശബ്ദങ്ങൾ അവിടെ ഉയർന്നതായും ഫലപ്രദമായി തന്നെ ആക്രമണത്തെ ചെറുക്കാൻ സാധിച്ചതായി തന്നെ വ്യക്തമാക്കുന്നു. ഇറാനുമായി ധാരണ ഉണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. 15 പട്ടികയിൽ പലതും അംഗീകരിച്ചില്ല എന്നും പരോക്ഷ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് വേദി ഒരുക്കുമെന്ന് പാകിസ്ഥാനും ഇതിനിടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്ക ആകട്ടെ അവിടെ കരയുദ്ധത്തിന് മുതിർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കരയുദ്ധത്തിന് ശ്രമിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് US സൈനികർ നല്ല ഭക്ഷണമായി തീരുമെന്നതായിരുന്നു ഇറാന്റെ സൈനിക വക്താവായ സോൽഫഹരി വീഡിയോ സന്ദേശത്തിലൂടെ തന്നെ പ്രതികരിച്ചത്. 3500 സൈനികരുമായി തന്നെ US-ന്റെ പടക്കപ്പൽ USS ട്രിപ്പോളി ആകട്ടെ മധ്യപൂർവേഷ്യത്തിൽ എത്തിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വാർത്തയുമായി ഇദ്ദേഹം രംഗത്ത് വരുന്നത്. സമാധാന ചർച്ചയുടെ മറവിൽ രഹസ്യ കര ആക്രമണത്തിന് US പദ്ധതിയിടുന്നുവെന്നും ആരോപണങ്ങളുണ്ട്. 10,000 സൈനികരെ കൂടി മധ്യപൂർവേഷ്യത്ത് അയക്കാൻ US ആലോചിക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ട്. അതേപോലെ തന്നെ നയതന്ത്രത്തെ പറ്റി പരസ്യമായി സംസാരിക്കുന്ന US ആകട്ടെ രഹസ്യമായി ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.